3 വർഷത്തെ റിലേഷൻഷിപ്പ് ആയിരുന്നേ. അടിപൊളിയായിട്ട് മുന്നോട്ട് പോവായിരുന്നു. വീട്ടില് പിടിച്ചു, കാസ്റ്റ് പ്രശ്നമായി, വീട്ടുകാർ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. വിഷമം കാരണം ഞാൻ എന്റെ കൈ മുറിച്ചു. 3-4 ആഴ്ച ഐസിയിൽ കടന്നു. പക്ഷെ പ്രശ്നമല്ല, വീട്ടുകാർ കല്യാണത്തിന് സമ്മതിച്ചു. അങ്ങനെ അടിപൊളിയായിട്ട് പോകുന്ന സമയത്താണ് ആ 24 വയസ്സുകാരൻ ആ 20 വയസ്സുകാരെ ഉപേക്ഷിച്ച് ഒരു 26 വയസ്സുകാരിയുടെ കൂടെ പോയത്. കൈ മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച ഞാൻ ആരായി? ചീറ്റിംഗ് സ്റ്റോറി അപ്ലോഡ് ചെയ്തപ്പോ ഒരു 3-4 ആളുകൾ അവരുടെ സ്റ്റോറി എന്റെ അടുത്ത് വന്ന് ഷെയർ ചെയ്തിരുന്നു. അതിൽ എനിക്ക് കുറച്ച് വിഷമം തോന്നിയ സ്റ്റോറിയാണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്തത്. ഓരോരുത്തരും അവരുടെ സ്റ്റോറി പറയുമ്പോൾ അതിലൊക്കെ ഞാൻ കോമൺ ആയിട്ട് ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, മൂന്നാമതൊരാൾ കടന്നു വരുന്നു, കാരണം പറയാതെ ഇറങ്ങി പോകുന്നു. ഇതായിരുന്നു കോമൺ തിങ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് ചുറ്റും ഈവൻ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഫാമിലി റിലേഷൻഷിപ്പ് വരെ ആയിക്കോട്ടെ, രണ്ട് ബന്ധങ്ങൾ തകർക്കുന്നത് മൂന്നാമതൊരാളുടെ കടന്നുവരവോട് കൂടിയായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ആ മൂന്നാമതൊരാളുടെ കടന്നുവരവ് എന്ന് പറയുന്നത് ലൈക്ക് ഒരു എക്സ്പെരിമെന്റ് പോലെയാണ്. കാരണം ആ ഒരു ബന്ധം എത്രത്തോളം സ്ട്രോങ് ആണെന്ന് ആ മൂന്നാമതൊരാളുടെ കടന്നുവരവോട് കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ നിങ്ങളുടെ ഏത് ബന്ധമായിക്കോട്ടെ, മൂന്നാമതൊരാൾക്ക് നശിപ്പിക്കാനുള്ള അവസരം നിങ്ങളായിട്ട് ഉണ്ടായി കൊടുക്കാതിരിക്കുക.